അതാണ് ഏറ്റവും മൂർച്ചയേറിയ ആയുധം. അങ്ങിരിക്കും, നമുക്കൊരു കളി കളിക്കാം. ചാണക്യൻ എന്നൊരു വിശേഷനാമം വിശ്വവിദ്യാലയത്തിലെ ഒരു ഗുരുവാണ്. ഓഹോ, അതിനെന്തെങ്കിലും വിശേഷമുണ്ടോ? ഉണ്ടോ വീരസേന? പാതിയിൽ പാതിയിൽ തോറ്റിരിക്കാനാണ്. എനിക്ക് ഒരു ഏകാഗ്രത വേണം. ചതുരത്തായിരുന്നു അല്ല, ഉദ്യാനത്തിലായിരുന്നു. സേനാപതി പോയെങ്കിലും രഥം വേണ്ടി യഥാസ്ഥിതി സുരക്ഷിതമല്ലെങ്കിലും ഏറ്റവും ജീവനത്തിനും പിന്നെ അച്ഛത്തിനൊന്നും ആര് കാണാം. സന്തോഷത്തോടെയുണ്ടെങ്കിൽ വിജയം അങ്ങയുടെ വിരുദ്ധം തന്നെ. ഉപദേശം തേടിയില്ലല്ലോ ഞാൻ. ഇത് മകതയുടെ കൊട്ടാരം, ഇത് മകതാധിപരായ ധനനന്ദൻ, ഞാൻ മകതയുടെ ഉപമന്ത്രി. കളി ഞങ്ങളുടെ തമ്മിലാണ്. കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാജാവും മന്ത്രിയും സേനാപതിയും ഒന്നുമില്ല, പ്രതിയോഗിമാണ്. ലക്ഷ്യം വിജയം. ഇറങ്ങി കളിച്ചാലല്ലേ ഗുരു ജയപരാജയങ്ങൾ അറിയൂ. ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഇരുന്നാട്ടെ. കുട്ടികളെ ഗണിതവും രാഷ്ട്രതന്ത്രമൊക്കെ പഠിപ്പിക്കുന്ന ആളല്ലേ. ഒന്ന് ഇരിക്കൂ, ഒന്ന് ശ്രമിക്കൂ. എങ്കിൽ ക്ഷണിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ട് തുടങ്ങുമ്പോൾ ഒരൊറ്റ കാര്യം മറക്കരുത്. അങ്ങയുടെ ഓരോ കരുതിക്കും മകതയെ പരാജയപ്പെടുന്നതാണ്. ഒരിക്കലും മകനെ മലയാളികൾ മകനാളികൾ മകതീവ നടക്കൂ. കളി തുടങ്ങാൻ ആചാര്യോ, ഇപ്പോ മനസ്സിലായി കാണുമല്ലോ. കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കുന്ന ബുദ്ധി പോരാ ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ പരാജയപ്പെടുത്താനെന്ന്. ഞാൻ പരാജയപ്പെടുന്നു. അങ്ങയുടെ കുച്ചിക്കുള്ളിൽ അല്ല മഹാരാജ്. കുത്തുനിൽക്കാൻ ആളുന്നില്ല. അത് ഭരണാധികാരികൾക്ക് എന്നും ആയുധമാണ്. രാജ്യനഗരത്തിന് ഇടയിൽ ഒളിച്ചിരിക്കാറുണ്ടോ? ഒരാചാര്യൻ എന്ന പരിഗണന ഇതുവരെ ഞാൻ തന്നിട്ടുണ്ട് എന്ന് കരുതി ക്ഷമ പരീക്ഷിക്കരുത്. വന്ന കാര്യങ്ങളിൽ പോകാൻ നോക്കുക. എന്റെ വലിയ സുഖം അങ്ങേമായി കൊണ്ടുവയ്ക്കാണ്. യോജനകൾ നടന്നു താണ്ടി ഞാൻ എത്തിയിട്ടു. അങ്ങനെ അറിയാമല്ലോ, സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. ജാതിയും മതവും കുലവും ഭാഷയും ഒക്കെ വൈജാത്യമാണെങ്കിൽ സംസ്കാരം എന്ന ജീവിതമാണെങ്കിൽ അസേതിക്ക് മാത്രം അതൊരൊറ്റ രാഷ്ട്രമാണ്. എന്നാൽ ഭരണപരാളികളാണ് മംഗളയും അവധിയും സൗരാഷ്ട്രയും ആചാരവും ഒക്കെ വിഘടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഈ ദൗർബല്യം മനസ്സിലാക്കിയ അലക്സാണ്ടർ അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾ നമ്മെ ആക്രമിച്ച് കീഴടക്കാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഭാരതം തകർന്നു പോകും, നമ്മുടെ സംസ്കാരം നശിച്ചു പോകും. അങ്ങ് വിചാരിച്ചാൽ അത് തടയാൻ വേണം. അതെ, 16 മഹാജനപഥങ്ങളിൽ ഏറ്റവും ശക്തവും സമ്പന്നവുമാണ് മഗധ. ആദ്യം വിഘടിച്ചു നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെയും ഇച്ഛാവികളെയും ആക്രമിച്ച് കീഴടക്കി മഗധയെ ഉറപ്പിച്ചിരിക്കുക. പിന്നെ
മറ്റ് ജനപഥങ്ങളെ ഒന്നൊന്നായി വീഴ്ത്തുക. ലക്ഷ്യം ഒന്ന് മാത്രം, ഭാരതവർഷമുണ്ടാകെ ഒരൊറ്റ ഭരണത്തിന് കീഴിലാവുക എന്നതും മാത്രം. ലോകത്ത് നിന്ന് നയിക്കാൻ ശേഷിയുള്ള ശക്തവും സമ്പന്നവും വികസിതവുമായ ഒരു വിശാല ഭാരതം